ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് വീഡിയോസ് അങ്ങനത്തെ ഇതൊക്കെ കാണാൻ പറ്റുന്ന മൂവീസ് ആൻഡ് വീഡിയോസ് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ തീർച്ചയായും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. എങ്കിൽ മാത്രം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുള്ളൂ. ഇതെന്താണെന്ന് വെച്ചപ്പോൾ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ കുറേ ചാറ്റ് വരുന്നുണ്ടല്ലേ. നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. അപ്പോൾ അവർ ചാറ്റ് നിർത്തില്ല. അപ്പോൾ എനിക്ക് പറ്റിയൊരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അവർ ചാറ്റ് നിർത്തില്ല, അപ്പോൾ നമ്മൾ ബോറടിച്ച് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് വീഡിയോസ് ആൻഡ് മൂവീസ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ചാറ്റിംഗ് കൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓളെന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രം ഞാൻ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മളൊരു ചെറിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കണം. ആപ്ലിക്കേഷൻ്റെ പേര് വീഡിയോ പോപ്പപ്പ് പ്ലെയർ എന്നാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്തു. ഞാനിപ്പോൾ അതൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് പെർമിഷനൊക്കെ ഒന്ന് അലോ ചെയ്യാൻ ഉണ്ടാവും. നമ്മൾ പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പോപ്പപ്പ് മോഡ് എന്നുണ്ട്, ഫുൾ സ്ക്രീൻ മോഡ് എന്നുണ്ട്. നമ്മൾ എന്നിട്ട് പോപ്പപ്പ് മോഡിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെ ഫോണിലുള്ള മൂവീസ് അല്ലെങ്കിൽ വീഡിയോസ് അങ്ങനത്തെ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യിപ്പിക്കണം. ഞാനിപ്പോൾ ഒരു റിവ്യൂ വീഡിയോ ആണ് പ്ലേ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വീഡിയോ ഇങ്ങനെ പോപ്പപ്പായി നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ ഒന്ന് ബേക്ക് പോയി. എന്നിട്ട് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കും. ഞാനിപ്പോൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കി. നമുക്ക് ഇവിടെ വാട്സപ്പ് കാണാൻ സാധിക്കും. ഞാൻ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കി. അത് ഓപ്പൺ ആക്കിയതിന് ശേഷം വാട്സപ്പ് ഒന്ന് ഓണാവട്ടെ. ഇത് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് കണ്ടോ ഇങ്ങനെ വാട്സപ്പ് മൊത്തം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ നമുക്ക് വേണമെങ്കിൽ അവിടെ പ്ലേ ചെയ്യിപ്പിക്കാം. ഞാൻ കാണിച്ചു തരാം. നമുക്ക് പിന്നെ വീഡിയോൻ്റെ വലിപ്പം കൂട്ടാവുന്നതാണ് സൂം ചെയ്തിട്ട്. ആ സ്ക്രീനിൽ തൊട്ടിട്ട് നമ്മളൊന്ന് സൂം ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് അത് വെക്കാനും സാധിക്കുന്നതാണ്. ഞാൻ സൂമൊന്നും ചെയ്യുന്നില്ല. ഞാൻ കുറച്ചായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഞാനിപ്പോൾ സ്റ്റാറ്റസൊക്കെ എടുത്തു. വീഡിയോ പ്ലേ ചെയ്യിപ്പിച്ചുകൊണ്ട് ഞാൻ സ്റ്റാറ്റസ് എടുക്കുകയാണ്. സ്റ്റാറ്റസ് എടുത്ത് നമുക്ക് സ്റ്റാറ്റസൊക്കെ നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ സൗണ്ട് വേണമെങ്കിൽ കുറച്ചിടാം. പിന്നെ സ്ക്രീന് ബാക്കോട്ട് പോകാന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ അത് ബാക്ക് പോകുന്നതായിരിക്കും. പിന്നെയും നമ്മളവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ സ്ക്രീന് പിന്നെയും വരുന്നതായിരിക്കും. എന്നിട്ട് നമ്മളൊന്ന് ബാക്ക് പോയിട്ട് പിന്നെ വാട്സപ്പിലൊന്ന് കയറുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ഇതാക്കി അടിച്ചു വിടാം. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് കാണാം. ഇനിയിപ്പോൾ ഞാനൊരു ചാറ്റ് എടുത്തതിന് ശേഷം നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്, ഞാനിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പ്രൊഫൈൽ എടുത്തതിന് ശേഷം ഞാൻ അവനൊന്ന് മെസ്സേജ് അയക്കുകയാണ്. ഞാൻ ഡാന്ന് അയച്ചു കൊടുത്തു. ഡാന്ന് അയച്ചതിന് ശേഷം നമുക്ക് അവിടെ കാണാൻ സാധിക്കും വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മെസ്സേജ് പോയി. അവൻ ഓൺലൈനിലില്ലാത്തത് കൊണ്ടാണ് കാണാത്തത്. കണ്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ റിവ്യൂ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റിവ്യൂ വീഡിയോ കാണാവുന്നതാണ്. പിന്നെ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കാം. ഇത് വാട്സപ്പ് മാത്രമല്ല, ഫേസ്ബുക്ക് ഓപ്പൺ ആക്കാം. നമുക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഫോണിൽ നിന്ന് ഓൺ ആക്കാവുന്നതാണ്. എന്തായാലും ഒരു അടിപൊളി ട്രിക്കാണ്. നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആകും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകും. അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പറയാനുള്ളത്, ഇതിലും നല്ല ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓടുന്ന എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ചാനലിലൂടെ ടെക്നോളജി മാത്രമല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളും പിന്നെ എക്സ്പീരിയൻസ് വീഡിയോയൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ചാനൽ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ഒന്ന് പോയി ചാനൽ വാച്ച് ചെയ്യുക. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൻ ഓൾ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലേക്ക് കൊടുക്കുക. ഇത്ര മാത്രം പറയുള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.